പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 7-ാം തീയതി ഹല്ലേലൂയ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ച കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കർത്താവ് നമ്മളെ ഉണർത്തിയതല്ലേ, നമ്മൾ ഉണർന്നതല്ല, കർത്താവ് നമ്മളെ ഉണർത്തിയത് ഈ പകൽക്കാലം. ആമേൻ. കർത്താവ് നമ്മളെ ജയത്തോടെ നടത്തുന്ന കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം നമ്മൾ സുരക്ഷിതരാണ്. കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മൾ സുരക്ഷിതരാണ്. കർത്താവ് നമ്മളെ അത്ഭുതകരമായി ഇന്ന് പകൽക്കാലം നടത്തുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ 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 സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങുകളൊക്കെ അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. സങ്കീർത്തനം 59:9 വാക്യം പറയുന്നത്, എൻ്റെ ബലമായുള്ളവേ ഞാൻ കർത്താവിനെ കാത്തിരിക്കും, ദൈവം എൻ്റെ ഗോപുരമാകുന്നു, എൻ്റെ ദൈവം തൻ്റെ ദയയാൽ എന്നെ എതിരേൽക്കും, ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെട്ടെ. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഏക മനസ്സോടെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പലയിടങ്ങളിൽ ഇരുന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ആമേൻ ആമേൻ, രോഗികളായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദിവസങ്ങളായി പനിയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ പനിയുടെ അസ്വസ്ഥതകളും സൈനസിൻ്റെ പ്രോബ്ലംസും ആമേൻ, ഇയർ ഇൻഫെക്ഷനുകളും ത്രോട്ട് ഇൻഫെക്ഷനുകളും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. ചുമ സൗഖ്യമാകട്ടെ. അതുപോലെ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മിറക്കിൾ ഹീലിംഗ് ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചില അത്ഭുത പ്രവൃത്തികൾ ഈ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ ക്യാൻസർ സെല്ലുകളും നിർജീവമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് കറക്റ്റായ സെലക്ഷനുകൾ ആമേൻ കൊടുക്കണം. എന്ത് ചെയ്യണം, ഏത് കോളേജിൽ പോകണം, ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകണം, ആമേൻ ഏത് സ്കൂളിൽ പോകണം, ഇതൊക്കെ കർത്താവിൻ്റെ സെലക്ഷനായി തീരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതിന്മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ യൗവനക്കാരെ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ആത്മാവിൻ്റെ പകർച്ചയെ അയക്കണമേ. കർത്താവ്, യൂത്ത്സ് എല്ലാം ആത്മാവിൽ നിറയുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം. ആ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ആമേൻ ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആത്മാവിൽ നിറയട്ടെ. എല്ലാവരും ആത്മശക്തിയിൽ നിറഞ്ഞു മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ്, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. ലോകവ്യാപകമായ ഒരു ഉണർവിന് കർത്താവെ കാരണമായി തീരട്ടെ. ഇന്നത്തെ കാത്തിരിപ്പ് യോഗവും ഏറ്റവും അനുഗ്രഹമായി തീരണം. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ആത്മീയ നവോത്ഥാനത്തിന് കാരണമായി തീരണം, ഉന്നമനത്തിന് കാരണമായി തീരണം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ വലിയ പകർച്ചകൾ തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 11:30 നമ്മുടെ കാത്തിരിപ്പ് യോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ വന്ന് പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന സങ്കീർത്തനം 27 അവസാനത്തെ വാക്യമാണ്. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അതാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, എന്നിട്ട് ധൈര്യപ്പെട്ടിരിക്കുക, എന്നിട്ട് പറയുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പിന്നെയും പറയുന്നു യഹോവയിൽ പ്രത്യാശ. വെയിറ്റ് ഓൺ ദ ലോഡ്. കർത്താവിൽ കാത്തിരിക്കുക. പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ കർത്താവിൽ കാത്തിരിക്കുക എന്നുള്ള, കർത്താവിൽ വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുക.
ഒരു വലിയ ചലഞ്ചിങ് ഡിസിപ്ലിനാണ് നമ്മുടെ വിശ്വാസ യാത്രയിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ചലഞ്ചിങ് ആയ കാര്യമാണ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുക. ദാവീദ് 27-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് തൻ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഈ ദാവീദ് എന്നിട്ടും പാനിക് ആകാതെ, അല്ലെങ്കിൽ ടെൻഷനൊന്നുമില്ലാതെ കർത്താവിൽ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കുക. സോ ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ ഒരിടത്ത് ചടഞ്ഞുകൂടിയിരിക്കുക, അല്ലെങ്കിൽ പ്രത്യാശയുള്ള ഒരാൾ ചടഞ്ഞുകൂടിയിരിക്കുക എന്നുള്ളതല്ല. ഒരു സെർവൻ്റ് ആറ്റിറ്റ്യൂഡാണ്. എന്താണോ യജമാനൻ പറയുന്നത് അത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന, ആ ഇൻസ്ട്രക്ഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സെർവൻറ്റിൻ്റെ മനോഭാവമാണ് ഈ പ്രത്യാശ. അപ്പോൾ കർത്താവ് എന്ന് പറയുന്ന പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷനാണ്. അല്ല ഫ്രസ്ട്രേഷനിലുള്ള ഒരു പോസ്റ്ററല്ല, എക്സ്പെക്റ്റേഷനിൽ നിൽക്കുക. ഒരു ട്രെയിൻ വരാൻ കാത്തു നിൽക്കുന്നത് പോലെ. ആ ട്രെയിൻ വരാൻ കാത്തു നിൽക്കുന്ന ആൾ കാത്തു നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തിറങ്ങി നിൽക്കത്തില്ല, പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയും ട്രെയിൻ വരുന്നുണ്ടോ, വന്നാൽ ഉടനെ ആ ട്രെയിനിൽ കയറാൻ വേണ്ടി. അപ്പം ദാവീദ് നമ്മളോട് പറയുക, വെയിറ്റ്, കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കെ, പ്രതീക്ഷയോടെ കാത്തിരിക്കെ, ധൈര്യമായിട്ടിരിക്കെ. കർത്താവ് എന്ത് ചെയ്യും? അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്, തന്നിൽ കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ പ്രവൃത്തികൾ ചെയ്യും. അപ്പം ഇന്ന് പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. നമ്മളോട് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാകണം. അവിടെയാണ് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണാൻ സഹായിക്കുന്നത്. നമ്മൾ വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ ജോസഫ് എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന കർത്തദാസൻ 17-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടതാണ്. പിന്നെ കാത്തിരുന്നു. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നു. കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടു, പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു, അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ കർത്താവിൻ്റെ സമയമായപ്പോൾ ഹല്ലേലൂയ, കർത്താവ് എന്ത് ചെയ്തു? ജോസഫിനെ ഉയർത്തിയതുപോലെ കാത്തിരിക്കുന്നവരെ എന്ത് ചെയ്യും? കർത്താവ് ഉയർത്തും. ഏത് വിഷയത്തിന് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്, ദൈവത്തിൽ പ്രത്യാശ വെച്ച് കാത്തായിരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിരിക്കും. വലിയ നന്മ അതിനകത്തുണ്ടാകും, വലിയ അനുഗ്രഹം നിങ്ങൾക്ക് അതിനകത്തുണ്ടാകും, വലിയ പ്രതിഫലം അതിനകത്ത് നിങ്ങൾക്കുണ്ടാകും. നിരാശപ്പെടേണ്ട ഒരാവശ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി നിറവിനായി കാത്തിരിക്കുക. അന്ന് അപ്പോസ്തലന്മാർ അവിടെ ആളികമുറിയിൽ കാത്തിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി വാഗ്ദത്തം നിവൃത്തി വന്നതുപോലെ ഇന്ന് നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവിക ശക്തിയാൽ നിറയുവാൻ ഇടവരും. അതുകൊണ്ട് ഒന്നും നഷ്ടമല്ല. കർത്താവിൻ്റെ സന്നിധി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരിക്കലും നഷ്ടമാകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്, ജീവിതത്തിൽ പലതിൻ്റെ മുന്നിൽ കർത്താവിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കുന്നവർ. അവരെ ബലപ്പെടുത്തണം, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ അയക്കണം, അവരുടെ ജീവിതത്തിൽ നന്മകളെ കൊടുക്കണം, കർത്താവിൻ്റെ കൃപ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.